നമസ്കാരം. യാത്രകൾ പോകുമ്പോൾ കടകളിൽ നിന്നും ട്രെയിനുകളിൽ നിന്നും എല്ലാം കീശയിലെ കാശ് മുടക്കി നമ്മൾ കുപ്പിവെള്ളം വാങ്ങിച്ച് കുടിക്കുന്നവരാണ്. കുപ്പിവെള്ള വിൽപ്പനയിലെ കൊള്ള കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാർ ആശ്രയിക്കുന്ന റെയിൽ നീർ, മറ്റു കുപ്പിവെള്ളങ്ങൾ എന്നിവയുടെ വില കുറച്ചുവെങ്കിലും അത് യാത്രക്കാർക്ക് ഗുണകരമാകുന്നില്ല. റെയിൽ നീർ എന്ന പേരിൽ വിൽക്കുന്ന കുപ്പിവെള്ളത്തിന് 1 ലിറ്ററിന് 15 രൂപയും 1/2 ലിറ്ററിന് 10 രൂപയുമായിരുന്നു വില. ഇത് 1 രൂപ വീതം കുറച്ച് യഥാക്രമം 14 രൂപയും 9 രൂപയുമാക്കി റെയിൽവേ. 6 മാസത്തിനു മുമ്പ് നടപ്പാക്കിയ GST പരിഷ്കാരങ്ങളുടെ ആനുകൂല്യങ്ങൾ യാത്രക്കാർക്ക് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് വില കുറച്ചതെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരുന്നു. എന്നാൽ ട്രെയിനിലെയും ചില റെയിൽവേ സ്റ്റേഷനുകളിലെയും IRCTC ജീവനക്കാരുടെ പകൽക്കൊള്ള തുടരുകയാണ് എന്നത് പരക്കെ ആക്ഷേപമുണ്ട്. 20 രൂപയ്ക്ക് പുറത്ത് കടകളിൽ ലഭിക്കുന്ന മറ്റു ബ്രാൻഡുകളുടെ കുപ്പിവെള്ളവും ഇതേ വിലയ്ക്ക് നൽകണമെന്നാണ് നിർദ്ദേശം. പൊതുവെ 1/2 ലിറ്ററിന്റെ കുപ്പിവെള്ളം ട്രെയിനുകളിൽ വിതരണം ചെയ്യാറില്ല. 1 ലിറ്ററിന് 15 രൂപ ആയിരിക്കുമ്പോൾ തന്നെ 20 രൂപ യാത്രക്കാരോട് വാങ്ങിയായിരുന്നു കുപ്പിവെള്ളം വിൽപ്പന. യാത്രക്കാരുടെ അജ്ഞത മുതലെടുത്ത് നടത്തുന്ന തട്ടിപ്പാണിത്. 2025 സെപ്റ്റംബർ 22 മുതലാണ് കുപ്പിവെള്ളത്തിന്റെ വിലക്കുറവ് പ്രാബല്യത്തിൽ വന്നത്. IRCTCയിലോ റെയിൽവേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും വിൽക്കുന്ന മറ്റു പാക്കേജ് ചെയ്തിട്ടുള്ള കുടിവെള്ള ബ്രാൻഡുകൾക്കും വിലക്കുറവ് ബാധകമാണ്. സാധാരണ കടകളിൽ നിന്ന് നാം വാങ്ങുന്ന കുപ്പിവെള്ളത്തിനും വില കുറച്ചിരുന്നു. 1/2 ലിറ്റർ വെള്ളത്തിന് 12 രൂപയായിരുന്നത് 10 രൂപയും 1 ലിറ്ററിന് 20 രൂപയായിരുന്നത് 18 രൂപയുമായി കുറച്ചിരുന്നു. കുടിവെള്ള വിൽപ്പന കൊള്ളയെക്കുറിച്ച് യാത്രക്കാർ മനസ്സിലാക്കി ചില്ലറ കരുതി യഥാർത്ഥ വില നൽകി കുപ്പിവെള്ളം വാങ്ങാൻ ശ്രദ്ധിക്കുക മാത്രമാണ് ഇതിനൊരു നല്ല പോംവഴി. ന്യൂസ് ബ്യൂറോ, വെല്ലൂർ.